സൽസ്വഭാവത്തിൻ്റെ പ്രധാന ലക്ഷണം തന്നെ എന്താ അറിയോ? മുഖത്തിൻ്റെ പ്രസന്നതയാണ്. ഒമിൻ സമറാത്തി ഹുസ്നുൽ ഖുൽഖി, മുഖത്തിൻ്റെ പ്രസന്നത, അതാണ് സൽസ്വഭാവത്തിൻ്റെ പ്രധാന ലക്ഷണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ സ്വഭാവ മഹിമ അതൊരു വലിയ സംഭവം തന്നെയാണ്. കോടികൾ കൊടുത്താലും കിട്ടാത്തൊരു വലിയ നേട്ടമാണ് സ്വഭാവം നന്നാക്കുക എന്നുള്ളത്. അതങ്ങനെ ഇങ്ങനൊന്നും കഴിയില്ല. നമ്മൾ ശരിക്ക് ചേഞ്ച് യുവർ ലൈഫ്, ചേഞ്ച് യുവർ തോട്ട്സ്. നമ്മളെ മനസ്സ് നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യണം. സൽസ്വഭാവത്തിൻ്റെ പ്രധാന ലക്ഷണം എന്താണെന്നറിയോ? മുഖത്തിന് നല്ല പ്രസന്നത ഉണ്ടാകുക. ചില ആളുകൾക്ക് ചിരിക്കാൻ വലിയ പ്രയാസമാണ്. ചില ആളുകളുടെ മുഖത്തേക്കൊക്കെ ഭീകരമായ ദേഷ്യം പിടിച്ച മുഖമാവും. എപ്പോഴും ഗൗരവം, മുഖത്തേക്ക് നോക്കിയാൽ സംസാരിക്കാൻ തന്നെ തോന്നൂല. ഒരു ജാതി ഭീകരമുഖം. അത് വലിയ മോശമാണ്. ചിരിക്കാൻ കഴിയുക, എല്ലാവരോടും നല്ല പുഞ്ചിരി കൊടുക്കുക, അത് ഹൃദയത്തിൽ നിന്നുണ്ടാവണം കേട്ടോ. ഉണ്ടാക്കിയെടുക്കണമല്ല, ഹൃദയത്തിൽ നിന്നുണ്ടാവണം. വെറുതെ ഒരു ചിരി അല്ലെങ്കിൽ ഒന്നിങ്ങനെ ഇരിക്കുക. പിന്നെ മുഖം എപ്പോഴും ഒറ്റക്ക് നടക്കുമ്പോൾ ചില ആളുകളെ നമ്മൾ പുറത്ത് വീഴ്ച നോക്കിയാൽ കാണാം, അവരുടെ മുഖത്ത് ഭയങ്കര ഗൗരവം. ഈ ഗൗരവമുള്ള മുഖം നമ്മുടെ മനസ്സിന് ഗൗരവം ഉണ്ടാക്കുന്നതാണ്. മനസ്സൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷേ മുഖത്തത് കാണില്ല. മുഖം നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയാണ്. നമ്മുടെ മനസ്സെങ്ങനെ ഉണ്ടോ അതുപോലെയാണ് നമ്മളെ മുഖവും ഉണ്ടാവുക. ഈ സൽസ്വഭാവം ഉണ്ടാവുക, അതിനൊരുപാട് ലക്ഷണങ്ങളുണ്ട്. എന്താണ്? ഹൃദയം തുറന്ന് ചിരിക്കാൻ കഴിയുക. ചിരി തന്നെ സദക്കയാണല്ലോ. ഒരാളെ മുഖത്ത്, ശത്രുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പോലും പുഞ്ചിരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. മനസ്സ് ക്ലിയർ ആയിരിക്കും. എപ്പോഴും ഇങ്ങനെ കടിച്ച് പിടിച്ച് നടക്കുന്ന ആളുകളാവില്ല. ദേഷ്യം വരില്ല. ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ അവരത് ഒതുക്കും. എന്തെല്ലാം ടെൻഷൻ ജീവിതത്തിലുണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ട്, ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ട് അതൊക്കെ ഉണ്ടാകും മുതുകിൽ. പക്ഷെ എന്നാലും പുഞ്ചിരിക്കുക, ഹൃദയം തുറന്ന് പുഞ്ചിരിക്കുക. എന്തിനാണ് നമ്മൾ പുഞ്ചിരിക്കാതിരിക്കണം? എന്തിനാണ് അതിൽ ലുബ്ധത കാണിക്കണത്? മുഖത്തിന് നല്ലൊരു പ്രസന്നതയുള്ള മുഖമായിട്ട് നടക്കുമ്പോൾ എന്തൊരു സന്തോഷമാണത്. ഉണ്ടായിക്കോട്ടെ, ഒരുപാട് പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉള്ളിലുണ്ട്, ശരിയാണ്. പക്ഷെ അതെന്ന് കരുതി അത് മുഖത്ത് കാണിച്ച് നാലാളെ കാണിച്ച് നടക്കണമെന്നുണ്ടോ? നമ്മുടെ എല്ലാം ഇങ്ങനെ മറ്റുള്ളവരോട് കാണിച്ചു കൊടുക്കുക, അതൊക്കെ ഒന്നും ശരിയല്ല. നമ്മളെ മുഖം എപ്പോഴും പ്രസന്ന, അതുണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ബി മുസാഹബത്തിൽ ഉലമായി വസ്വാലിഹി, നല്ലവരുമായിട്ട് കൂടണം, നല്ലത് കേൾക്കണം, സ്വാലിഹീങ്ങളുമായിട്ട് കൂടുക, ആലിമീങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലത് കാണാൻ ശ്രമിക്കുക, നല്ലതിങ്ങനെ കാണുക, മോശമുള്ളതൊന്നും കാണാതിരിക്കുക. ഈ നല്ലത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവുക, സൽസ്വഭാവത്തിൻ്റെ ലക്ഷണമാണത്. ഈ മോശമുള്ളത് സത്യത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പെണ്ണിൻ്റെതോ അല്ലെങ്കിൽ മറ്റു വല്ല കോമളികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറയുക, അതിനാണ് അങ്ങനെ സബ്സ്ക്രൈബ് അങ്ങോട്ട് കൂടിയിട്ട് ലൈക്ക് അങ്ങോട്ട് കൂടിയിട്ട് എന്തൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് അറിയോ? ഭയങ്കര സംഭവമാണത്. അല്ലെങ്കിൽ തൻ്റെ ഭാര്യനെ കൂടെ ഇരുത്തിയിട്ട് പിന്നെ വീഡിയോ ചെയ്യുക, എന്തിനറിയോ? സബ്സ്ക്രൈബ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, വ്യൂവേഴ്സ് കൂടാൻ വേണ്ടി, പണം കിട്ടാൻ വേണ്ടി സ്വന്തം ഭാര്യനെ മുന്നിലിരുത്തിയിട്ട്. എന്നിട്ട് അങ്ങനെ ദയ്യൂസിങ്ങൾ കുറേ ഉണ്ട്, പെൺകോന്തന്മാരെന്ന് പറയണത്. അതൊക്കെ ഒഴിവാക്കിയിട്ടൊരു നല്ല സ്വഭാവത്തിൻ്റെ ലക്ഷണം, വരുന്ന സബ്സ്ക്രൈബ് മതിയെന്ന്. എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത്? സബ്സ്ക്രൈബ് മതി, കിട്ടിയ കാശ് മതി, കിട്ടണില്ലെങ്കിൽ വേണ്ട. എന്തിനാണ് അതിൻ്റെ ആവശ്യം? നമ്മുടെ ഉദ്ദേശം നന്നായാൽ ഒരു കുഴപ്പമില്ല. ഉദ്ദേശ ലക്ഷ്യം തെറ്റിയാലാണ് എല്ലാം പ്രശ്നമാവുക. ഉദ്ദേശം നന്നാവണം, ഉദ്ദേശം മോശമാവരുത്. സാലിഹ്യങ്ങളുമായിട്ട് സഹവസിക്കുക, ആലിമീങ്ങളുമായി സഹവസിക്കുക, നല്ലവരോടൊപ്പം കൂടുക, ബുദ്ധിമുട്ടുകളും മറ്റൊക്കെ ക്ഷമയോടുകൂടെ നേരിടുക, പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക.
നമുക്ക് വിഷമമുള്ളൊരു കാര്യം കേൾക്കുമ്പോഴത്തിന് പെട്ടെന്ന് ചാടി പ്രതികരിക്കാതെ ക്ഷമയോടുകൂടി അതിനെക്കുറിച്ച് ആലോചിച്ച് പറയാം. സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക. ഞാനീ സംസാരിക്കുന്നതിന് മുമ്പൊന്ന് ചിന്തിക്കുക, ഞാനിത് സംസാരിച്ചാൽ ആർക്കെങ്കിലും വേദന ആവുമോ, ആർക്കെങ്കിലും പ്രശ്നമാവുമോ എന്ന് ഓർക്കുക. ആദർശപരമായ പ്രശ്നങ്ങളല്ല കേട്ടോ, ദീനിനെതിരെ പ്രശ്നങ്ങളല്ല, അതിനൊക്കെ നന്നായി പ്രതികരിക്കണം. അല്ലാത്ത വിഷയം വരുമ്പോൾ ഒരാളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, വ്യക്തിവിരോധം, അതുപോലെ തന്നെ എതിരാളികളോട് പോലും നല്ല സംസാരം, ഭാഷ നല്ലതാവുക, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയണം. അതൊക്കെ നല്ല സ്വഭാവത്തിൻ്റെ ലക്ഷണമാണ്. നല്ല സ്വഭാവം എന്നതൊരു വലിയ ഗോൾഡൻ ഹാർട്ട് എന്നതിന് പറയാം. അതെല്ലാവരും പുകഴ്ത്തും, അതെല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കും, എല്ലാവർക്കും എന്തെങ്കിലും പറയാൻ തോന്നും, മറ്റുള്ളത് അടുക്കാൻ തോന്നൂല, മിണ്ടാൻ തോന്നൂല, പേടിയായിരിക്കും. ആ സ്വഭാവരംഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അതിനുള്ള ശ്രമം നടത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.